നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇഡിയുടെ ഇപ്പോഴത്തെ ഒരു നില എങ്ങനെയാണ്, ഇഡിയുടെ അടുത്ത നീക്കം, ഇതിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കണം, അതിനെക്കുറിച്ചൊരു ക്ലാസ് ആയിരുന്നു ഇന്നലെ പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ സംഘടിപ്പിച്ചത്. ഇഡിയുടെ രാഷ്ട്രീയം വിശദീകരിക്കാനാണ് CPM ഇന്നലെ കോഴിക്കോട് മുതലകുളത്ത് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം നടന്നത്. മുൻ മന്ത്രി ഇപ്പോഴത്തെ MLA ആയ മുഹമ്മദ് റിയാസ് അടക്കം വേദിയിലുണ്ടായിരുന്നു. മറ്റു പല പ്രമുഖ CPM നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ വെച്ച് എം.വി. ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സംസാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇഡിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ ചിലത് വിശദീകരിക്കാം. ഇഡി അന്വേഷിക്കുന്ന മാസപ്പടി കേസ് വീണ നിയമപരമായി നടത്തട്ടെ എന്നും, എന്നാൽ പിണറായി വിജയനെയും മുഹമ്മദ് റിയാസ് അടക്കമുള്ള പാർട്ടി നേതാക്കളെ ലക്ഷ്യം വെച്ചാൽ പ്രതിരോധിക്കുമെന്നാണ് എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് വീണയെ ഇഡി ചോദ്യം ചെയ്യുകയോ വീണയ്ക്കെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുമ്പോൾ തങ്ങളൊന്നും ചെയ്യില്ല, അതായത് പാർട്ടി ഒന്നും ചെയ്യില്ല. പക്ഷേ അതേസമയം മുഹമ്മദ് റിയാസിനെയോ അല്ലെങ്കിൽ പിണറായി വിജയനെയോ അടക്കമുള്ള നേതാക്കളെ ലക്ഷ്യം വെച്ച് എന്തെങ്കിലും ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അന്വേഷണത്തിലേക്ക് ഇഡി കടക്കുകയാണെങ്കിൽ പ്രതിരോധിക്കും എന്നാണ് എം.വി. ഗോവിന്ദൻ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന് മുമ്പ് ലക്ഷ്യം പ്രഖ്യാപിക്കുന്നതാണ് ഇഡിയുടെ രീതി. ഇതിനായി തങ്ങളുടെ നേതാക്കളെ വിട്ടുകൊടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളെ ഭയപ്പെടുത്താമെന്ന ധാരണ ഇഡിക്കും മാധ്യമങ്ങൾക്കും വേണ്ട. എല്ലാ കടന്നാക്രമണങ്ങളെയും നേരിട്ടാണ് CPM വളർന്നത്. അറസ്റ്റ് ചെയ്യുന്നവരെ സംശയത്തിന്റെ പുകമറയിൽ നിർത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇഡി കേസ് അന്വേഷിക്കുന്നത്. ഇതിനായി അന്വേഷണത്തിന് മുമ്പേ ലക്ഷ്യം പ്രഖ്യാപിക്കുന്ന രീതിയാണ് ഇഡിക്കുള്ളത്. BJP-കാരാണെങ്കിൽ കേസില്ല എന്നതാണ് ഇഡിയുടെ നിലപാട്. ഇഡി കൈകാര്യം ചെയ്യുന്ന കേസുകളിൽ 95% BJP ഇതര രാഷ്ട്രീയക്കാർക്കെതിരെയാണ്. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി 113 ദിവസം ജയിലിൽ കിടത്തി. എന്നാൽ ഇഡി BJP-ക്കെതിരെ കേസെടുക്കില്ല. ഹവാല ആരോപണങ്ങളും ഇഡി ഉണ്ടാക്കിയതാണ്. വീണയുടെ കേസിൽ പാർട്ടി ഇടപെടുന്നില്ല. എന്നാൽ മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ പാർട്ടി പ്രതിരോധിക്കും. റിയാസിനെയും നിഖിലിനെയും കേസിൽ ഉൾപ്പെടുത്തിയാലും CPM കീഴടങ്ങില്ല. കരുവന്നൂർ കേസും വിചിത്രമാണ്. CPM നേതാക്കളെ കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. AC മൊയ്തീനെയും K രാധാകൃഷ്ണനെയും M വർഗീസിനെയും പ്രതിയാക്കി എന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇഡി ഇപ്പോൾ നടത്തുന്നത് രാഷ്ട്രീയ നീക്കമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ശത്രുതയാണ് ഇപ്പോൾ തങ്ങളോട് കാണിക്കുന്നത് എന്നാണ് ഇന്നലെ എം.വി. ഗോവിന്ദൻ അവിടെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലേക്ക് 4.5 കോടി എത്തിയെന്ന് അടുത്തിടെ PC ജോർജ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കള്ളപ്പണമല്ലേ? കേരളത്തിലെ A ക്ലാസ് മണ്ഡലങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം BJP എത്തിച്ചു. ചാക്കിൽ കെട്ടി പണം BJP ഓഫീസിൽ എത്തിച്ചുവെന്നാണ് ഒരു BJP നേതാവ് പറഞ്ഞത്. എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇഡി ചോദ്യം ചെയ്യുന്നില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നുണ്ട്. ഇഡി അന്വേഷിക്കുന്ന കേസ് വീണ നിയമപരമായി തന്നെ നടത്തട്ടെ എന്നാണ് തങ്ങളുടെ തീരുമാനം. എന്നാൽ ഇഡിയും മാധ്യമങ്ങളും ശ്രമിക്കുന്നതും ഇതിനല്ല. വീണയെ പരിചയപ്പെടുത്തുന്നത് മുമ്പ് മുഖ്യമന്ത്രിയുടെ മകളെന്നും ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മകൾ എന്നുമാണ് പറയുന്നത്. വീണയിലൂടെ പിണറായിയെ ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയമാണ്. ഇതിനെ തങ്ങൾ ശക്തമായി എതിർക്കുമെന്നാണ് എം.വി. ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. അന്വേഷണം നടത്തിയതിന് പിന്നാലെ ഇഡി എന്തോ കണ്ടെത്തിയെന്ന മട്ടിൽ പത്രക്കുറിപ്പ് ഇറക്കുന്നത് വിചിത്രമാണ്. അന്വേഷണ ഏജൻസി എന്തെങ്കിലും കണ്ടെത്തിയാൽ അത് കോടതിയിലാണ് എത്തിക്കേണ്ടത്. CPM നേതാവ് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടവരുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ ഇഡി റെയ്ഡ് നടത്തിയിട്ട് ഒന്നും കിട്ടിയില്ലെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. പിണറായിയെ പോലെ തന്നെ വീണയുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിനെയും ഇഡി ലക്ഷ്യമിടുന്നതും CPM രാഷ്ട്രീയമായി നേരിടും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവരെ വിട്ടു നൽകുമെന്ന് കരുതേണ്ടെന്നും ഇഡിയോട് എം.വി. ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. CPM നേതാക്കളെ സമൂഹത്തിന് മുന്നിൽ അപമാനിക്കാം എന്ന് ഇഡി കരുതുന്നുണ്ടെങ്കിൽ അതൊന്നും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കാനാണ് ഈ പൊതുയോഗമെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങളുടെ ചീട്ട് CPM-ന് വേണ്ടെന്നും അവരുടെ തണലിലല്ല പാർട്ടി വളർന്നതെന്നും സംസ്ഥാന സെക്രട്ടറി ഇന്നലെ നടന്ന യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് ഇനി എന്താണ് പാർട്ടി ഇതിനെതിരെ എടുക്കാൻ പോകുന്ന നടപടി എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരുപക്ഷെ മെയ് അവസാനം പിണറായി വിജയൻ താമസിച്ചിരുന്ന വസതിയിൽ ഇഡി റെയ്ഡിനെത്തിയപ്പോൾ പുറത്ത് CPM പ്രവർത്തകർ ഇഡി ആക്രമിച്ചതുപോലെയുള്ള നടപടികളിലേക്കൊക്കെ ഇനി CPM കടക്കുമോ എന്നുള്ളതും ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഇനി
പിണറായി വിജയനെതിരെയോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെതിരെയോ ഒരു നടപടി ഉണ്ടായാൽ തീർച്ചയായിട്ടും പ്രതിരോധിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പോർമുഖം ഇവിടെ തുറക്കപ്പെടുന്നു എന്നുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനകൾക്കും തുടർന്ന് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിനുമെതിരെ CPM ശക്തമായി രംഗത്തെത്തിയതോടെ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. ഇഡിയുടെ നടപടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആരോപണത്തിനും വാർത്താക്കുറിപ്പ് അസാധാരണ നടപടിയാണെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമർശനത്തിന് മറുപടിയുമായി അന്വേഷണ ഏജൻസി തന്നെ രംഗത്തെത്തിയതാണ് ഏറ്റവും പുതിയ വഴിത്തിരിവ്. റെയ്ഡിന് പിന്നാലെ കണ്ടെത്തലുകൾ വിശദീകരിച്ച് വാർത്താക്കുറിപ്പ് ഇറക്കുന്നത് സ്വാഭാവിക നടപടിയാണെന്നാണ് ഇഡിയുടെ വിശദീകരണം. വീണ വിജയനുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് പിന്നാലെ ഇഡി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിദേശത്തേക്ക് പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട രേഖകളും ഹവാല ഇടപാടുകളുണ്ടെന്ന് സംശയവും ഉന്നയിച്ചിരുന്നു. വീണയുടെ കയ്യെഴുത്ത് രേഖകളിൽ ഏകദേശം 20.05 കോടി രൂപയുടെയും 3.49 ലക്ഷം UAE ദിർഹത്തിന്റെയും ഇടപാടുകളുടെ വിവരങ്ങൾ കണ്ടെത്തിയതായാണ് അന്വേഷണ ഏജൻസി പറയുന്നത്. ദുബായിലേക്ക് പണം കൈമാറിയതിന്റെ വിവരങ്ങളാണ് പരിശോധിക്കുന്നതെന്നും ഇഡി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെയാണ് വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം നീങ്ങുന്നത്. പിടിച്ചെടുത്ത രേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളും വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളെന്നാണ് സൂചന. വിദേശ പണമിടപാടുകൾക്ക് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരമുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായോ എന്നും ഇഡി പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഇഡിയുടെ കണ്ടെത്തലുകൾ അന്തിമ കുറ്റസ്ഥാപനമല്ല. അന്വേഷണം തുടരുന്ന ഘട്ടത്തിലാണ് ആരോപണങ്ങൾ പരിശോധിക്കുന്നത്. അന്വേഷണത്തിൽ കണ്ടെത്തുന്ന വിവരങ്ങൾ നിയമപരമായി തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അന്വേഷണ ഏജൻസികൾക്കുണ്ട്. പിണറായിയുടെ വിമർശനങ്ങൾക്കിടെ റെയ്ഡിൽ പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള നിയമപരമായ തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് ഇഡിയുടെ നീക്കം.